ചരക്ക് കപ്പലിടിച്ചാണ് അമേരിക്കയിലെ ബാൾട്ടിമോർ പാലം തകർന്നു വീഴുന്നത്. പാലത്തിലൂടെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് ശരിക്കും ഈ അപകടം ഉണ്ടാകുന്നത്. നിരവധി വാഹനങ്ങളാണ് വെള്ളത്തിൽ വീണത്. നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. Yes, sir. Already from the arrival over here reported at the FDA headquarters. R62 is around your location now that you just arrived. You can leave ahead. എന്താണ് സംഭവിച്ചത് എന്ന് ഹിമ കെ ഹരിദാസ് നമ്മളോട് പറഞ്ഞു. ഹിമ, വലിയൊരു അപകടമാണ്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. എന്താണ് ശരിക്കും ഉണ്ടായത്? ഈ കപ്പലിടിച്ചു എന്ന് പറയുന്നു, അതിൻ്റെ തന്നെ ഒരു ഫലമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും പൂജ, അമേരിക്കയിലെ ബാൾട്ടിമോറിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഫ്രാൻസിസ് കോട്ട്ലി എന്ന് പറയുന്ന 1977 നിർമ്മിച്ച പാലമാണ് ഈ കപ്പലിടിച്ച് തകരുന്നത്. അമേരിക്കൻ സമയം ഏകദേശം രാത്രി 1:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതായത് ഇന്ത്യൻ സമയം 11:30 പിന്നിട്ടിരിക്കാം. ആ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ എത്ര പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ ഒരു വ്യക്തമായ ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപകടത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ്. ഏകദേശം 1.5 കിലോമീറ്ററോളം ഈ പാലത്തിൽ ദൂരമുണ്ട്. ആ പാലത്തിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പാലം തകർന്നു വീഴുന്നത്. ചരക്ക് കപ്പൽ ഇടിക്കുകയും തുടർന്ന് ഈ ചരക്ക് കപ്പൽ കത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും നിരവധി പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ പാലത്തിന്റെ ഒരു കാലപ്പഴക്കമാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതിലുൾപ്പെടെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇതുവരെ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഏകദേശം 20 പേരെ ആണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഈ 20 പേരിൽ 7 പേർക്കായിട്ട് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അനൌദ്യോഗിക കണക്കുകളാണ്. എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എത്ര പേർ വെള്ളത്തിൽ വീണിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പൂജ. തീർച്ചയായും വലിയൊരു അപകടം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ആ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് വ്യക്തമാകുന്നതാണ്. ശരി.